സോ മക്കളെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കടാ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ പ്രാവശ്യത്തെ ജെ മീൻസ് നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൺഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസോമർസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൺഫോർമേഷൻസ് ഓഫ് ഹൈഡ്രോ കാർബൺസിൽ ഈതേന്റെ കൺഫോർമേഷൻസ് NCERT കൃത്യമായി എടുത്തു പറഞ്ഞ ടോപ്പിക്കാണ് ഈതേന്റെ കൺഫോർമേഷൻസ്. അപ്പൊ ഈതേന്റെ കൺഫോർമേഷൻസിൽ നമ്മൾ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി കൺഫോർമേഷൻ ഓഫ് ഈതേൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞിരുന്നത് ഈതേൻ ഹാസ് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് കൺഫോർമേഷൻസ്. ദാറ്റ് ഇസ് ട്രൂ. ഓരോ ആംഗിൾ വേരി ചെയ്യുന്നതോറും കൺഫോർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കൺഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് ശരി തന്നെയാണ്. അടുത്തത് ദ ഡൈഹൈഡ്രൽ ആംഗിൾ ഇൻ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഈസ് 60. സോ മക്കളെ, നമ്മൾ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ വരച്ചു കഴിഞ്ഞാൽ എന്താണ് വരിക? ഈതേന്റെ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓരോ ഹൈഡ്രജൻ വെച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. വിച്ച് മീൻസ് ഇവിടുത്തെ ഡൈഹൈഡ്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾസോ ട്രൂ. അടുത്തത് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ. ആണോ? അല്ല. കാരണം എക്ലിപ്സ്ഡ് കൺഫോർമേഷന്റെ സമയത്ത് ഒരു ബോണ്ടിന്റെ നേരെ പുറകിൽ വേറൊരു ബോണ്ട് വരികയാണ്. അവിടെ റിപ്പൽഷൻ അല്ലെങ്കിൽ ടൊറൻഷ്യൽ സ്ട്രെയിൻ മാക്സിമം ആണ്. ടൊറൻഷ്യൽ സ്ട്രെയിൻ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പൊ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ അല്ല, സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, സ്റ്റാഗേർഡ് ഈസ് മോർ സ്റ്റേബിൾ, നോട്ട് എക്ലിപ്സ്ഡ്. അടുത്തത് കൺഫോർമേഷൻ ഓഫ് ഈതേൻ ആർ ഇന്റർ കൺവെർട്ടബിൾ ടു വൺ അനദർ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ സി ആണ് വരിക. അതായത് കൺഫോർമേഷൻസ് ഓരോ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ കഴിയും, ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കാൻ കഴിയും. ആക്ച്വലി ഇത് NCERT ഡയറക്റ്റ് എടുത്തൊരു ടോപ്പിക് ആണ് കേട്ടോ. നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത സ്ഥലത്ത് നോക്കുക. Therefore, staggered conformation is more stable than the eclipsed conformation. NCERT മാർക്ക് ചെയ്തിട്ടുണ്ട്. Staggered conformation is more stable than the eclipsed conformation. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ.